ADHD ഉള്ള കുട്ടികളിൽ 12 വയസ്സിന് മുന്നേ തന്നെ അതിൻ്റെ ലക്ഷണങ്ങൾ തുടങ്ങിയിരിക്കും. അതുപോലെ തന്നെ നമ്മളത് കൺഫേം ചെയ്യണമെങ്കിൽ പേരൻസ് ചെയ്യേണ്ടത്, നമുക്ക് എന്തെങ്കിലും ഡൗട്ട് തോന്നിക്കഴിഞ്ഞാൽ കുട്ടിയുടെ കൂടെ നിൽക്കുന്ന അസിസ്റ്റ് ചെയ്യുന്ന മറ്റൊരാളോട്, മുതിർന്ന മറ്റൊരാളോട് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുക. അവർക്ക് എന്തെങ്കിലും പ്രത്യേകതകൾ തോന്നുന്നുണ്ടോ എന്നുള്ള കാര്യം ചോദിച്ച് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അത് കുട്ടിയുടെ കൂടെ കൂടുതൽ സമയം ചെലവഴിക്കുന്ന മറ്റാരോടെങ്കിലും ആവാം, അല്ലെങ്കിൽ ടീച്ചേഴ്സിനോട് കൂടെ നമുക്കിത് ചോദിക്കാവുന്നതാണ്. അതായത് ഒന്നിൽ കൂടുതൽ സ്ഥലങ്ങളിൽ ഈ ഒരു ലക്ഷണങ്ങൾ നമുക്ക് പ്രകടമായിട്ട് കാണാനായിട്ട് സാധിക്കും. ADHD ഒരു കുട്ടിയുടെ ഡെയിലി ലൈഫിനെ എങ്ങനെ ബാധിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് പെർഫോമൻസിന്, സ്കൂളിലുള്ള പെർഫോമൻസിന് പ്രശ്നം ഉണ്ടാവും. അതുപോലെ തന്നെ അവരുടെ ബിഹേവിയറൽ ചേഞ്ചസ് ഒക്കെ എവിഡൻ്റ് ആയിട്ട് കാണാനായിട്ട് സാധിക്കും. അവർക്ക് ഫ്രണ്ട്ഷിപ്പ് ഒക്കെ കുറവായിരിക്കും. അതുപോലെ തന്നെ പുറത്താണെങ്കിലും അവർക്ക് റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും. സോഷ്യലി ഉള്ള അവരുടെ ബിഹേവിയറിനും ചേഞ്ചസ് ഉണ്ടാവും. ആൺകുട്ടികൾക്ക് കൂടുതലായിട്ടും കാണുന്നത് ഹൈപ്പർ ആക്റ്റീവ് ആൻഡ് ഇമ്പൾസീവ് ടൈപ്പ് ഓഫ് ADHD ആണ്. അതുകൊണ്ട് തന്നെ അവർ ടീനേജൊക്കെ ആകുമ്പോഴത്തേക്കിനും അവർക്ക് ഇമ്പൾസീവ് നേച്ചറൊക്കെ കൂടാനായിട്ട് അതൊരു കാരണമാവുന്നു. ലഹരി പദാർത്ഥങ്ങളോട് അവർക്ക് ഒരു അട്രാക്ഷൻ തോന്നാനായിട്ടും, അല്ലെങ്കിൽ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് അവർ ഭയങ്കര വയലന്റ് ആയിട്ട് റെസ്പോണ്ട് ചെയ്യാനൊക്കെ ഇതൊരു കാരണമായിട്ട് മാറുന്നുണ്ട്. കുറച്ചുകൂടെ മുതിർന്നു കഴിയുമ്പോഴത്തേക്കിനും ഇത്തരത്തിലുള്ള ഹൈപ്പർ ആക്ടിവിറ്റി ഉള്ള ഒരാളാണെങ്കിൽ തന്നെ ഈ ഹൈപ്പർ ആക്ടിവിറ്റി ഒക്കെ ഒന്ന് കുറഞ്ഞിട്ട് കൂടുതലും അവർക്ക് ഇമോഷണൽ ഇംബാലൻസ് പ്രൊമിനൻ്റ് ആയിട്ട് കാണാനുള്ള ചാൻസ് ആണുള്ളത്. അതായത് അവർ പെട്ടെന്ന് തന്നെ ദേഷ്യപ്പെടുക, അല്ലെങ്കിൽ ഒരു സ്ട്രെസ് മാനേജ് ചെയ്യാനായിട്ട് സ്ട്രഗിൾ ചെയ്യുക, ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നമുക്ക് കൂടുതൽ ക്ലിയർ ആയിട്ട് കാണാനായിട്ട് സാധിക്കും. ADHDയുടെ ട്രീറ്റ്മെന്റിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ആ വ്യക്തിയുടെ ഡെയിലി ലൈഫ് കുറച്ചുകൂടെ ഈസി ആക്കുക എന്നുള്ളത് തന്നെയാണ്. ഹോമിയോപ്പതി ട്രീറ്റ്മെന്റിലൂടെ മറ്റ് സൈഡ് എഫക്റ്റ് ഒന്നും കൂടാതെ തന്നെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നമുക്ക് പരിഹരിക്കാനായിട്ട് സാധിക്കുന്നതാണ്.